ഹലോ സുഹൃത്തുക്കളെ, അപ്പം മലപ്പുറത്തൊക്കെ എന്നുള്ളത് പടിക്കൽ ചേളാരി ഭാഗത്താണ്. പടിക്കലാണ് ഈ ഒരു ഭാഗം. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ചേളാരി ഭാഗത്തേക്കാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മളെ അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ചേളാരി അണ്ടർപാസിൻ്റെ ഭാഗം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത്. വേറെ ലെവലാണ് കേട്ടോ. അടിപൊളിയായിട്ടാണ് വർക്കുകളൊക്കെ ഇങ്ങനെ തീർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ആ ഒരു അണ്ടർപാസ്. നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ അണ്ടർപാസ് കണ്ട ആ ഒരു അണ്ടർപാസ്സാണ് ഇത്. വർക്ക് നടന്ന് തീർന്ന അണ്ടർപാസ്. ജസ്റ്റ് മിനുക്ക് പണികളും കൂടിയൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ റെഡിയാണ് കേട്ടോ. നമ്മളെ ചേളാരി എന്ന് അറിയപ്പെട്ടിരുന്ന ആ വലിയ ഒരു അങ്ങാടി ഈ രണ്ട് സൈഡിലായിട്ടുണ്ട് ഒതുങ്ങി കൂടിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്ത് ചേളാരി അങ്ങാടി. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഈ രണ്ട് സൈഡിലേക്കായിട്ട് ചേളാരി അങ്ങനെ ഒതുങ്ങിക്കൂടി വലിയ ഒരു കിടിലം റോഡ് KNRC ഇവിടെ തീർത്തിരിക്കുകയാണ്. അണ്ടർപാസ് അടിപൊളിയാട്ടോ. വേറെ ലെവൽ തന്നെയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്തൊക്കെയോ ആവുന്നുണ്ട്. അത്രക്കും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇത് ചേളാരിയിൽ നിന്നും പരപ്പനങ്ങാടി വഴി അങ്ങനെ തീരദേശ മേഖലാ റോട്ടിലേക്ക് തിരിയുന്ന ആ ഒരു ഭാഗമാണ് ഈ ഒരു കാണുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ടൊക്കെ പോയി നോക്കാം. നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്തിരിക്കണേ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രക്കും നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് ഈ ഭാഗങ്ങൾ മൊത്തം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കണ്ടാൽ തന്നെ വേറൊരു വൈബാണ്. അടിപൊളിയാണ് കേട്ടോ. ഈ സെൻട്രൽ ഒരു ഡിവൈഡർ കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയ മിനുക്ക് പണികളുള്ളൂ. ഈ ഒരു ബിൽഡിങ്ങൊക്കെ കുറച്ച് സ്ഥലം പോയതാണ്. ബാക്കിയുള്ള സ്ഥലമൊക്കെ അത് കവർ ചെയ്തിരിക്കണം. കുറച്ചുകൂടി നമ്മൾ മുന്നോട്ടായിട്ട് പോവുക. അപ്പോൾ നമ്മളെ മേലെ ചേളാരി എത്തും. ഇപ്പം ഞാനുള്ളത് താഴെ ചേളാരിയിൽ മുകളിലാണുള്ളത് കേട്ടോ. താഴെ ചേളാരി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഏറ്റവും മുകളിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ മുന്നോട്ട് പോവാം. ഒരു അണ്ടർപാസിൽ നിന്ന് കഴിഞ്ഞു. ഇനി ചേളാരി നേരെ അണ്ടർപാസിൽ നിന്നും ഓവർപാസിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഓവർപാസിൻ്റെ ഏരിയയിലുള്ള വർക്കുകൾ കാണിക്കട്ടെ. ചേളാരി അണ്ടർപാസിൽ നിന്നും നേരെ ഓവർപാസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഓവർപാസിൻ്റെ വർക്കുകൾ അത്യാവശ്യം വർക്കുകളൊക്കെ ഇനിയും തീരാനുണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല വർക്കുകൾ തീരാനുണ്ട്. തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ചേളാരി ഓവർപാസിലേക്ക് വന്നപ്പോൾ ഒരു വലിയ ഒരു തുരങ്കം കണ്ടുട്ടാ. തുരങ്കം എന്ന് പറഞ്ഞപ്പോൾ ഒരു 1.5 തുരങ്കം. ഇതിൻ്റെ അടിയിലേക്കൊക്കെ വെള്ളം നിന്നിക്കാണ്ട് ഒന്നടി ഇടിഞ്ഞ് ചാടിയിട്ടുണ്ട്. എങ്ങനെയപ്പോൾ ഇത് നേരിട്ട് കാണിക്കുമെന്നറിയില്ല. ഇതൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് ഈ ക്യാമറയിൽ കാണുന്ന മാതിരിയല്ല. പക്ഷേ എനിക്ക് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇറങ്ങാനൊരു ചെറിയ ഉൾഭയം. അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഇത് അത്യാവശ്യം ഉള്ളിലേക്ക് നല്ല ഉണ്ട് കേട്ടോ. കണ്ടപാൻ ഉള്ളിലേക്കുണ്ട്. ഇടാ ഞാൻ ഇത് കാണിക്കാം. ഉണ്ടോ, അത്യാവശ്യം ഉള്ളിലേക്കുണ്ട്. ആരാണ് ഇതിൽ കൂടെ കയറി വരാമെന്ന് അറിയില്ല. ഞാൻ പെടുന്ന പോട്ടെ. അത് തമാശ പറഞ്ഞാട്ടോ. എന്തായാലും മണ്ണ് ഇടിഞ്ഞ് വലിയൊരു തുരങ്കം ഉണ്ട് അവിടെ. പാറയുടെ പാളികളായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതാണ് ഓവർപാസിൻ്റെ വർക്കുകൾ. നമുക്ക് തിരിച്ചിട്ട് പോകണം. ഇവിടുന്ന് അങ്ങോട്ട് കയറാനുള്ള വഴിയില്ല. അപ്പോൾ തിരിച്ചിട്ട് പോയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. ഇത് നമ്മളെ ചേളാരി IOCയുടെ മതിലാണ് ഈ കാണുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു ഓവർപാസ് വർക്ക് നടക്കുന്നത്.
അപ്പം നല്ല മഴ ആർത്തിരമ്പി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ചേളാരിയുടെ വീഡിയോ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് താഴെ ഭാഗത്തേക്കാണ് പോകുന്നു. മേലേച്ചാളാരി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മേലേച്ചാളി അങ്ങാടിക്ക് ഈ ഓവർപാസ് വഴി അങ്ങോട്ട് പോകട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ കുറേ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവിടെ ആ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു. മഴ അതാ എന്നെ മിക്കവാറും ഞാൻ ബൈക്കുമ്മലാണ് പെടും. എന്നാലും മഴ പെയ്യട്ടെ, മഴ അത്യാവശ്യമാണ്. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്താണുള്ളത്. അത് നമ്മൾ ചേളാരിയുടെ കുറേ ഒരു ഭാഗത്തേക്ക് വന്നു. ഇത് DMS ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗമാണ്. അത്യാവശ്യം താഴെ മേലെ ചേളാരിയുടെ അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു ഓവർപാസ് വരുന്നത്. ആ ഒരു ഭാഗത്താണ് ഓവർപാസ് വരുന്നുണ്ട്. അത് നമുക്ക് മുകളിൽ നിന്ന് കാണിക്കട്ടോ. താഴ്ഭാഗം കണ്ടാൽ മാത്രം മനസ്സിലാവില്ല. അപ്പോൾ മുകളിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാം. നമ്മൾ മഴയത്ത് പെട്ടു. ഇപ്പം ഇതാക്കണേ ഒരു അരമണിക്കൂറായി. ഇതാണ് ചേളാരി ഓവർപാസിൻ്റെ വർക്കുകൾ ഈ ഒരു രീതിയിലാണ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റൊക്കെ ഒന്ന് കേട്ടോ. എന്തായാലും ഇവിടുത്തെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.